നമസ്കാരം. ലേറ്റ് എഡിഷനിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നോക്കാം വിശദമായ റിപ്പോർട്ടുകൾ. മുഖ്യമന്ത്രി അറിയാൻ ഒരു രാത്രിയുടെ കാത്തിരിപ്പ് കൂടി. ചർച്ചകൾ പൂർത്തിയായതിനു ശേഷം മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ സസ്പെൻസ് തുടരുകയാണ് കോൺഗ്രസ്. പ്രഖ്യാപനം നാളെയെന്ന് AICC മാധ്യമ വിഭാഗം ജനറൽ സെക്രട്ടറി ജയറാം രമേശ് അറിയിച്ചു. അന്തിമഘട്ട ചർച്ചകൾക്ക് ശേഷം മാധ്യമങ്ങളെ കണ്ടാണ് ഈ കാര്യം അറിയിച്ചത്. കേരളത്തിലെ മുഖ്യമന്ത്രിയെ കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനിച്ചു കഴിഞ്ഞു. എന്നാൽ അത് ആരാണെന്നറിയണമെങ്കിൽ കാത്തിരിപ്പ് തുടരണം. രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെയുമായുള്ള അന്തിമഘട്ട കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പ്രഖ്യാപനമുണ്ടായേക്കുമെന്നായിരുന്നു വിവരം. 40 മിനിറ്റോളം നീണ്ട കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ ഖർഗെയുടെ വസതിയിൽ നിന്നും രാഹുൽ ഗാന്ധി പുറത്തേക്ക്. പ്രഖ്യാപനം സംബന്ധിച്ച അഭ്യൂഹങ്ങൾക്കിടെയാണ് AICC മാധ്യമ വിഭാഗം ജനറൽ സെക്രട്ടറി ജയറാം രമേശ് മാധ്യമങ്ങളെ കണ്ടത്. The High Command of the Congress has completed all discussions and the decision on who the next Chief Minister of Kerala will be announced tomorrow. ചർച്ചകൾ പൂർത്തിയായെന്നും പ്രഖ്യാപനം നാളെയാണെന്നും അറിയിച്ച് തിരികെ ഖർഗെയുടെ വസതിയിലേക്ക്. കേരളത്തിൽ നിന്ന് ഡൽഹിയിൽ വിളിപ്പിച്ച നേതാക്കളുടെ അഭിപ്രായം കൂടി പരിഗണിച്ചാണ് ഹൈക്കമാൻഡിന്റെ അന്തിമ തീരുമാനം. ക്ലൈമാക്സിലേക്ക് അടുക്കുമ്പോഴും ആത്മവിശ്വാസത്തിലാണ് KC, RC, BD ക്യാമ്പുകൾ. 24 ഡൽഹി. എന്തായാലും നാളെ നിയമസഭാ കക്ഷിയോഗം വിളിച്ചിരിക്കുകയാണ് കോൺഗ്രസ്. ഉച്ചയ്ക്ക് 1 മണിക്ക് KPCC ആസ്ഥാനത്ത് നടക്കുന്ന യോഗത്തിൽ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുമെന്നറിയുന്നു. ഇതിനുശേഷം UDF നേതാക്കളുടെ യോഗവും തിരുവനന്തപുരത്ത് ചേരുന്നുണ്ട്. ഉച്ചയ്ക്ക് 2 മണിക്കാണ് കക്ഷി നേതാക്കളുടെയും യോഗമുള്ളത്. ജിബിൻ JB തിരുവനന്തപുരത്ത് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ജിബിൻ, നാളെ ഇപ്പോൾ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുന്നു, അതിന് പിന്നാലെ തന്നെ മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾക്കും തുടക്കമാകുന്നു എന്നാണോ കരുതേണ്ടത്? നാളെ ഇപ്പോൾ നിയമസഭാ കക്ഷി യോഗം കോൺഗ്രസിന്റേത് മാത്രമല്ല, അത് കഴിഞ്ഞ് ഘടകകക്ഷിയുടെ യോഗമുണ്ട്. അങ്ങനെ എല്ലാ നേതാക്കളും ഗവർണറെ കാണാനുള്ള നീക്കം നടത്തുന്നു എന്ന കാര്യം കൂടി അറിയുന്നു. വിശദാംശങ്ങളുണ്ടോ? പ്രജിൻ, നാളെ ഉച്ചയ്ക്ക് 1 മണിയോട് കൂടിയാണ് കോൺഗ്രസിന്റെ നേതൃയോഗം KPCCയിൽ വെച്ച് ഇന്ത്യൻ ഹോളിൽ വെച്ച് നടക്കുന്നത്. ഇതിനുശേഷം 2 മണിയോട് കൂടിയാണ് UDF നേതാക്കളുടെ യോഗം, UDF സഖ്യകക്ഷി നേതാക്കളുടെ യോഗവും തിരുവനന്തപുരത്ത് വെച്ച് ചേരുന്നത്. കാരണം ഈ കോൺഗ്രസിന്റെ നേതൃയോഗത്തിൽ വെച്ച് തന്നെ കോൺഗ്രസ് MLA-മാരുടെ പിന്തുണ സംബന്ധിച്ചുള്ള ഒപ്പുശേഖരണം നടക്കും. ഇതിനുശേഷം UDF നേതാക്കളുടെ സഖ്യകക്ഷി നേതാക്കളുടെ കൂടി യോഗം പൂർത്തിയായ ശേഷം ആ സഖ്യകക്ഷി MLA-മാരുടെ ഒപ്പുശേഖരണം കൂടി നടക്കും. ഇതിന് പിന്നാലെ ആയിരിക്കും നാളെ വൈകുന്നേരത്തോടു കൂടി ഗവർണറെ കാണാനുള്ള ഒരു നീക്കം നടക്കുക. ഗവർണറെ കണ്ട് ഈ MLA-മാരുടെ പിന്തുണ അറിയിച്ചുകൊണ്ട് ഗവൺമെന്റ് രൂപീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അവകാശവാദം നാളെ ഗവർണറെ മുമ്പാകെ സമർപ്പിക്കും. അതിനുശേഷം ഗവർണർക്ക് കൂടി ഉറപ്പ് കിട്ടിയ ശേഷം എന്നായിരിക്കണം സത്യപ്രതിജ്ഞ എന്നുള്ള കാര്യം അതിനുശേഷമായിരിക്കും തീർക്കുക. എന്നാലും ഏറ്റവും നിർണായകമായ കോൺഗ്രസിന്റെ നേതൃയോഗവും UDF സഖ്യകക്ഷി നേതാക്കളുടെ നേതൃയോഗവും നാളെ തിരുവനന്തപുരത്ത് വെച്ച് നടക്കുകയാണ്. എന്തായാലും ഈ കോൺഗ്രസിന്റെ നേതൃയോഗത്തിന് തൊട്ട് മുൻപ് തന്നെ മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിട്ടുള്ള പ്രഖ്യാപനം കൂടി ഉണ്ടാകുമെന്നുള്ള കാര്യമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ആദ്യഘട്ടത്തിൽ ഇത് ഡൽഹിയിൽ വെച്ചാണോ അല്ലെങ്കിൽ കേരളത്തിൽ വെച്ച് തന്നെയാണോ പ്രഖ്യാപനം ഉണ്ടാകുക എന്നുള്ള ഒരു കാര്യത്തിൽ അനിശ്ചിതത്വം ഉണ്ടായിരുന്നു. എന്തായാലും നാളെ കേരളത്തിൽ വെച്ച് പ്രഖ്യാപനം ഉണ്ടാകാനുള്ള ഒരു സാധ്യതകളാണ് ഇപ്പോൾ കാണുന്നത്. കാരണം AICCയുടെ കേരളത്തിന്റെ ചുമതലയുള്ള നേതാവ് ദീപദാസ് മുൻഷി കൂടി നാളെ രാവിലെ 11:30 കൂടി തിരുവനന്തപുരത്ത് എത്തുന്നുണ്ട്. ദീപദാസ് മുൻഷി എത്തിക്കഴിഞ്ഞ് ദീപദാസ് മുൻഷി എത്തിയ ശേഷം തിരുവനന്തപുരത്ത് വെച്ച് തന്നെയായിരിക്കും ഔദ്യോഗികമായിട്ടുള്ള മുഖ്യമന്ത്രി പ്രഖ്യാപനം ഉണ്ടാകുക. അതിനുശേഷമായിരിക്കും UDF-ന്റെയും കോൺഗ്രസിന്റെയും നേതൃയോഗങ്ങൾ ഉണ്ടാകുക. ഈ നേതൃയോഗത്തിൽ വെച്ചായിരിക്കും MLA-മാരുടെ പിന്തുണ അറിയിച്ചുകൊണ്ടുള്ള ഒപ്പുശേഖരണം ജിബിൻ, എന്തായാലും ഇനി ഒരു കാലതാമസം ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന കാര്യങ്ങൾ ഉറപ്പാകുകയാണ്. കാരണം വിമർശനങ്ങൾ പല ഭാഗങ്ങളിൽ നിന്നും പല കോണുകളിൽ നിന്നും ഉയർന്നു വരികയാണ്. ആ സമ്മർദ്ദം കോൺഗ്രസിനുണ്ട്. മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുക, അതിന് പിന്നാലെ തന്നെ മന്ത്രിസഭാ രൂപീകരണത്തിലേക്ക് കടക്കുക, സർക്കാർ രൂപീകരണത്തിന്റെ ആവശ്യം ഉന്നയിച്ച് ഗവർണറെ കാണുക, ഈ നടപടിക്രമങ്ങളിലേക്ക് കോൺഗ്രസ് കടക്കുന്നു. ഒപ്പം UDF ഘടകകക്ഷി നേതാക്കളും കടക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് നാളെ വളരെ പെട്ടെന്ന് തന്നെ മറ്റ് യോഗങ്ങളും ചെയ്യാനുള്ള തിടുക്കപ്പെട്ട തീരുമാനം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ജിബിൻ JB ആണ് തിരുവനന്തപുരത്ത് വിശദാംശങ്ങൾ പങ്കുവച്ചത്. മറ്റു വാർത്തയിലേക്ക്. തെരഞ്ഞെടുപ്പ് തോൽവിക്ക് കാരണം ഭരണവിരുദ്ധ വികാരമല്ലെന്ന് CPIM പറയുന്നു. സംസ്ഥാന സമിതിയിൽ അവതരിപ്പിച്ച റിപ്പോർട്ടിലാണ് ഈ പരാമർശമുള്ളത്. ഭരണവിരുദ്ധ വികാരമില്ലാതിരുന്നിട്ടും എന്തുകൊണ്ട് തോറ്റു എന്ന് പരിശോധിക്കണമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. എല്ലാ തലത്തിലും തിരുത്തൽ വേണമെന്ന് CPM സംസ്ഥാന സമിതിയിലെ ചർച്ചയിൽ ആവശ്യമുയർന്നു. ചർച്ചയിൽ CPIക്കെതിരെ രൂക്ഷ വിമർശനമാണ് ഉയർന്നത്. PM ശ്രീ പദ്ധതിയിലടക്കം CPI ഉന്നയിച്ച ആരോപണങ്ങൾ UDF-ന് ശക്തി പകർന്നതാണ് എന്നാണ് വിമർശനം. കേരള കോൺഗ്രസ് M
മുന്നണി വിടാനൊരുങ്ങിയ നീക്കം ഇടതുമുന്നണിയുടെ വിശ്വാസ്യതയെ ബാധിച്ചെന്നും CPIM സംസ്ഥാന സമിതിയിൽ അഭിപ്രായമുയർന്നു. ഇന്ത്യൻ ജൂനിയർ ഹോക്കി ടീമിന്റെ പരിശീലക സ്ഥാനത്ത് നിന്ന് നീക്കിയ നടപടിക്കെതിരെ ഒളിമ്പ്യൻ PR ശ്രീജേഷ് രംഗത്ത്. തന്നെ മാറ്റിയത് വിദേശ കോച്ചിനെ കൊണ്ടുവരാൻ എന്നാണ് ആരോപണം. സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് PR ശ്രീജേഷിന്റെ ഈ പ്രതികരണം. തിരുവനന്തപുരം വർക്കല MGM മോഡൽ സ്കൂളിലെ 12ാം ക്ലാസ് വിദ്യാർത്ഥിയെ വീട്ടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കൊല്ലം പാരിപ്പള്ളി ചിറക്കര ഇടവട്ടം സ്വദേശി പ്രജൂബാണ് മരിച്ചത്. ജിബിൻ JB തിരുവനന്തപുരത്ത് നിന്ന് ചേർന്നു വിവരങ്ങളുമായി. ജിബിൻ, എപ്പോഴാണ് സംഭവം? വിശദാംശങ്ങൾ. പ്രജിൻ, ഇന്ന് വൈകുന്നേരത്തോടു കൂടിയാണ് കൊല്ലം പാരിപ്പള്ളി സ്വദേശിയായ 18 വയസ്സുള്ള പ്രജൂബ് എന്ന് പറയുന്ന വിദ്യാർത്ഥിയെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. ഈ കുട്ടി തിരുവനന്തപുരത്ത് MGM സ്കൂളിലെ +2 വിദ്യാർത്ഥിയായിരുന്നു. +2 CBSE പരീക്ഷാ ഫലം വന്നത് ഇന്നാണ്. ഈ CBSE പരീക്ഷാ ഫലം വന്നപ്പോൾ ഈ കുട്ടി കരുതിയിരുന്ന തരത്തിലുള്ള വാക്കുകൾ ഈ കുട്ടിക്ക് ലഭിച്ചിരുന്നില്ല. ഇതാണ് ഈ മരണത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. എന്തായാലും ഈ കുട്ടി വീടിനുള്ളിൽ അബോധാവസ്ഥയിൽ കിടക്കുന്നത് കണ്ടുടൻ തന്നെ സമീപത്തുള്ള ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. തുടർന്നപ്പോൾ മരണം സ്ഥിരീകരിച്ച ശേഷം കുട്ടിയുടെ മൃതദേഹം പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പ്രജിൻ. ജിബിൻ JB ആണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്നും. താമരശ്ശേരി ചുരം 8ാം വളവിൽ ലോറി അപകടം. നിയന്ത്രണം വിട്ട ലോറി സംരക്ഷണ ഭിത്തിയിൽ ഇടിച്ചു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. വാഹനങ്ങൾ കുടുങ്ങിയതിനെ തുടർന്ന് ചുരത്തിൽ ഗതാഗത കുരുക്ക് രൂക്ഷമാണ് എന്നറിയുന്നു. അനീഷ് ദേവസ്യാണ് കോഴിക്കോട് നിന്നതിന്റെ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത്. അനീഷ്, നിലവിൽ ഈ ഗതാഗത കുരുക്കിന് എന്തെങ്കിലും മാറ്റം ഉണ്ടായിട്ടുണ്ടോ അവിടെ? പ്രജന, ഈ താമരശ്ശേരി ചുരത്തിൽ ചരക്ക് ലോറി അപകടത്തിൽപ്പെട്ടതിനെ തുടർന്ന് ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടിരിക്കുകയാണ്. ചുരം 8ാം വളവിൽ രാത്രി 9:45 ഈ അപകടം. ഈ ചുരത്തിലെ വളവ് തിരിക്കുന്നതിനെ നിയന്ത്രണം വിട്ട ലോറി സംരക്ഷണ ഭിത്തിയിൽ ഇടിച്ച് നിൽക്കുകയായിരുന്നു. ഈ സംരക്ഷണ ഭിത്തിയിൽ തങ്ങി നിന്നതിനാൽ വലിയൊരു ദുരന്തമാണ് ഒഴിവായത്. എന്നാൽ ഈ അപകടത്തെ തുടർന്ന് ചുരത്തിൽ ഇപ്പോൾ കിലോമീറ്ററുകളോളം വാഹനങ്ങൾ നീണ്ട നിരയാണ് ഇപ്പോൾ ഉള്ളത്. ഈ ലോറി റോഡിന് കുറുകെ നിൽക്കുന്ന സാഹചര്യമായതിനാൽ വലിയ വാഹനങ്ങൾക്കൊന്നും കടന്നു പോകാൻ നിലവിൽ സാധിക്കുന്നില്ല. നിലവിൽ ക്രെയിൻ എത്തിച്ച് ലോറി നീക്കം ചെയ്യാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ടെങ്കിലും ഈ ഗതാഗതം പൂർണ്ണമായി പുനഃസ്ഥാപിക്കാൻ മണിക്കൂറുകളോളം എടുക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പ്രജിൻ. അനീഷ് ദേവസ്യാണ് കോഴിക്കോട് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. തമിഴ്നാട് നിയമസഭയിൽ ആദ്യ പരീക്ഷ വിജയിച്ചിരിക്കുന്നു മുഖ്യമന്ത്രി C. ജോസഫ് വിജയ്. വിശ്വാസ വോട്ടെടുപ്പിൽ 144 പേർ പിന്തുണച്ചു, 22 പേർ എതിർത്ത് വോട്ട് ചെയ്തു. DMK വോട്ടെടുപ്പ് ബഹിഷ്കരിച്ചു. വിശ്വാസ വോട്ടെടുപ്പിന് ശേഷം സഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞിരിക്കുകയാണ്. നിയമസഭയിൽ വിമർശനമുയർന്നതിനെ തുടർന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി നിയമനം റദ്ദാക്കി. ക്ലീൻ പൊളിറ്റിക്സ് വാഗ്ദാനവുമായി വന്ന TVK ഡേർട്ടി പൊളിറ്റിക്സ് നടത്തുകയാണെന്ന് MK സ്റ്റാലിൻ വിമർശനം ഉന്നയിച്ചു. അതേസമയം TVK പിന്തുണച്ചതിൽ അണ്ണാ DMKയിലെ മുതിർന്ന നേതാക്കളെ പാർട്ടി പദവികളിൽ നിന്ന് നീക്കിയിരിക്കുകയാണ്. நான் ஒன்றை மட்டும் சொல்லிக் கொள்கிறேன். இந்த அரசு குதிரை வேகத்தில் செயல்படுகிற அரசே தவிர குதிரை பேரத்தில் ஈடுபடுகிற அரசு இல்லை என்பதை ஆணித்தரமாக தெரிவித்துக் கொள்கிறேன். സഭയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും അഭിപ്രായം തേടിയാണ് സ്പീക്കർ JCD പ്രഭാകർ വോട്ടെടുപ്പിലേക്ക് കടന്നത്. അണ്ണാ DMKയിലെ CV ഷൺമുഖം പക്ഷത്തെ 25 പേർ കൂടി അനുകൂല നിലപാടെടുത്തതോടെ TVK സർക്കാരിന്റെ പിന്തുണ 144 22 പേർ എതിർത്ത് വോട്ട് ചെയ്തു. 5 പേർ അഭിപ്രായം രേഖപ്പെടുത്തിയില്ല. NDA സഖ്യത്തിലെ AMMK MLAയുടെ പിന്തുണ സർക്കാർ സ്വീകരിച്ചതിൽ പ്രതിഷേധിച്ച് DMK സഭ വിട്ടു. സഭയിൽ തുടക്കം മുതൽ തന്നെ അണ്ണാ DMKയിൽ പ്രശ്നങ്ങളുണ്ടായി. എടപ്പാടി K. പളനിസ്വാമി സംസാരിച്ചതിന് ശേഷം SP വേലുമണിക്ക് അവസരം നൽകിയതിനെ EPS എതിർത്തു. ஸ்பீக்கர் இது நிராகரிച്ചു. நம்பிக்கை இல்லை என்று சொல்லுறவர்களுக்கு வாய்ப்பு அளிக்கப்பட்டிருக்கு. அந்த வகையில் தான் இன்றைக்கும் நம்பிக்கை கோரும் தீர்மானத்தின் மீது ஆதரவு அளிப்போரும் பேசுகின்றார்கள், எதிர்த்து കരുത്തുക്കളെ കൂറിക്കൊണ്ടിരിക്കുകയാர்கள். അണ്ണാ DMKയിലെ കൂറുമാറ്റത്തിൽ നടപടി സ്വീകരിക്കുമെന്ന് ജനറൽ സെക്രട്ടറി എടപ്പാടി K. പളനിസ്വാമി അറിയിച്ചു. മന്ത്രിമാരാകാനുള്ള ദുരാഗ്രഹത്താലാണ് MLAമാർ TVKയെ പിന്തുണച്ചത്. നിയമപരമായ നടപടി സ്വീകരിക്കുമെന്നും EPS. അതിനിടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ജോത്സ്യനെ നിയമിച്ചതിൽ സഭയിൽ വിമർശനമുണ്ടായി. DMDK അധ്യക്ഷ പ്രേമലത വിജയകാന്ത് പരസ്യ വിമർശനവുമായി രംഗത്തെത്തി. ഇതിനു പിന്നാലെ ജോത്സ്യൻ റിക്കി രത്തൻ പണ്ഡിറ്റ് വെട്രിവേലിനെ നിയമിച്ച ഉത്തരവ് സർക്കാർ റദ്ദാക്കി. നിയമനത്തിനെതിരെ മദ്രാസ് ഹൈക്കോടതിയിൽ നൽകിയ ഹർജി നാളെ പരിഗണിക്കാനിരിക്കെയാണ് നടപടി. 24 ചെന്നൈ. പുതുച്ചേരിയിൽ N. രംഗസ്വാമി സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. മുഖ്യമന്ത്രിക്ക് പുറമെ 2 മന്ത്രിമാർ കൂടി സത്യവാചകം ചൊല്ലി. പുതുച്ചേരി ലോക് നിവാസിൽ നടന്ന ചടങ്ങിൽ BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ പങ്കെടുത്തു. പുതുച്ചേരിയിൽ 5ാം തവണയാണ് N. രംഗസ്വാമി മുഖ്യമന്ത്രിയായി അധികാരമേൽക്കുന്നത്. ലോക് നിവാസിൽ രാവിലെ 10:30 നടന്ന ചടങ്ങിൽ ലഫ്റ്റനന്റ് ഗവർണർ K. കൈലാഷ്നാഥ് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. രംഗസ്വാമിക്ക് പുറമെ BJPയിലെയും NR കോൺഗ്രസിലെയും ഓരോ അംഗങ്ങൾ മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്തു. 33 എന്ന അംഗസംഖ്യയുള്ള പുതുച്ചേരി നിയമസഭയിൽ
18 സീറ്റിന്റെ ഭൂരിപക്ഷത്തോടെയാണ് NDA സഖ്യം അധികാരത്തിലേറിയത്. NR കോൺഗ്രസ് 12 സീറ്റുകളും BJP 4-ഉം AIADMK, LJK പാർട്ടികൾ ഓരോ സീറ്റുമാണ് നേടിയത്. 3 പേരെ ലഫ്റ്റനന്റ് ഗവർണർ നോമിനേറ്റ് ചെയ്യും. ചടങ്ങിൽ BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബിൻ, BJPയുടെ പുതുച്ചേരി തിരഞ്ഞെടുപ്പ് ചുമതലയുള്ള മൻസുഖ് മാണ്ഡവ്യ എന്നിവരും പങ്കെടുത്തു. 24 ഡൽഹി. വെൽക്കം ബാക്ക്. ലേറ്റ് എഡിഷൻ തുടരുന്നു. അടുത്ത റിപ്പോർട്ടിലേക്ക്. പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾക്ക് പിന്നാലെ ഉപഭോഗ നിയന്ത്രണങ്ങൾ നടപ്പിലാക്കിയിരിക്കുന്നു രാജ്യം. പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും സുരക്ഷാ വാഹനങ്ങളുടെ എണ്ണം വെട്ടിക്കുറച്ചു. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളും ചെലവ് ചുരുക്കൽ നടപടികൾ തുടങ്ങി. വിമാന ഇന്ധനവില കൂട്ടിയതോടെ അന്താരാഷ്ട്ര സർവീസുകൾ എയർ ഇന്ത്യ വെട്ടിക്കുറച്ചു. ഇറക്കുമതി സാധനങ്ങളുടെ ഉപയോഗം കുറയ്ക്കാൻ മന്ത്രിസഭാ യോഗത്തിൽ പ്രധാനമന്ത്രി നിർദ്ദേശം നൽകി. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ധന ഉപഭോഗം കുറയ്ക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തിരുന്നു. പിന്നാലെയാണ് പ്രധാനമന്ത്രിയും കേന്ദ്രമന്ത്രിമാരും BJP സംസ്ഥാനങ്ങളിലെ മന്ത്രിമാരും സുരക്ഷാ വ്യൂഹത്തിലെ അകമ്പടി വാഹനങ്ങളുടെ എണ്ണം പകുതിയായി കുറച്ചത്. പ്രധാനമന്ത്രി സഞ്ചരിക്കുന്ന വാഹനത്തിനു പുറമെ ഒരു വാഹനം മാത്രമാണ് അകമ്പടി നൽകുന്നത്. ആഹ്വാനം തങ്ങൾ ആദ്യം നടപ്പിലാക്കിയെന്ന സന്ദേശം ജനങ്ങൾക്ക് നൽകുകയാണ് ലക്ഷ്യം. അതേസമയം ഇന്ധനവില വർധനവിനെ തുടർന്ന് പ്രതിദിനം 100 അന്താരാഷ്ട്ര സർവീസുകളാണ് എയർ ഇന്ത്യ വെട്ടിക്കുറച്ചത്. ഡൽഹിയിൽ നിന്ന് ചിക്കാഗോ, സിംഗപ്പൂർ, ഷാങ്ഹായ് തുടങ്ങിയ നഗരങ്ങളിലേക്കുള്ള വിമാനങ്ങൾ 3 മാസത്തേക്ക് പൂർണ്ണമായും നിർത്തിവെച്ചു. ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിലും മന്ത്രിമാരോട് ചെലവ് കുറയ്ക്കണമെന്ന് പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു. 24 ഡൽഹി. സ്വർണത്തിന്റെയും വെള്ളിയുടെയും ഇറക്കുമതി തീരുവ 15% ഉയർത്തിയതോടെ കുത്തനെ ഉയർന്നിരിക്കുന്നു സ്വർണ്ണവില. ഒരു പവന് 6200 രൂപ കൂടി. ഒരു പവന്റെ വില 1,19,120 രൂപയായി. ഇന്ത്യ ഇറക്കുമതി തീരുവ വർദ്ധിപ്പിച്ചതോടെ റോക്കറ്റ് പോലെ കുതിച്ചുയർന്ന് സ്വർണ്ണവില. ഒരു പവന് 6200 രൂപ വർദ്ധിച്ച് 1,19,120 രൂപയായി. ഗ്രാമിന് വില 14,890 രൂപയായി. ആദ്യം 10,000 രൂപ കൂടി വില 1,23,120 രൂപയിലേക്ക് എത്തിയിരുന്നു. പിന്നീട് 4,000 രൂപ കുറഞ്ഞു. വിദേശ നാണ്യ കരുതൽ ശേഖരത്തിന്റെ സമ്മർദ്ദം ലഘൂകരിക്കുന്നതിന്റെ ഭാഗമായാണ് തീരുവ 15% ഇന്ത്യ ഉയർത്തിയത്. രൂപയുടെ വിലയിടിവിനെ പ്രതിരോധിക്കാൻ തീരുമാനം സഹായിക്കുമെന്നാണ് വിലയിരുത്തൽ. എന്നാൽ കള്ളക്കടത്ത് വർദ്ധിക്കുന്നതിന് ഇടയാക്കുമെന്ന് കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചന്റ് അസോസിയേഷൻ. വരും ദിവസങ്ങളിലും സ്വർണ്ണവില ഉയരുമെന്നാണ് കണക്കുകൂട്ടൽ. 24 കൊച്ചി. പശ്ചിമ ബംഗാളിലും ബീഹാറിലും SIR വോട്ടർ പട്ടികയുടെ പേരിൽ വിവാദ നീക്കം. പട്ടികയിൽ ഉൾപ്പെടാത്തവരെ സർക്കാർ പദ്ധതികളിൽ നിന്ന് ഒഴിവാക്കും. ഇന്ത്യൻ പൗരന്മാർ അല്ലാത്തവർക്ക് എന്തിനാണ് ആനുകൂല്യം നൽകുന്നത് എന്നാണ് പശ്ചിമ ബംഗാൾ മന്ത്രി അഗ്നിമിത്ര പോളിന്റെ ചോദ്യം. SIRന് പിന്നാലെ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തായവർക്കെതിരെ നടപടികൾ ശക്തമാക്കുകയാണ് ബംഗാൾ, ബീഹാർ സർക്കാരുകൾ. റേഷൻ ഉൾപ്പെടെയുള്ള സർക്കാർ ആനുകൂല്യങ്ങൾ നിഷേധിക്കാൻ ബംഗാൾ, ബീഹാർ സർക്കാരുകൾ തീരുമാനിച്ചു. സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ, ക്ഷേമ പെൻഷനുകൾ എന്നിവ പട്ടികയിലില്ലാത്തവർക്ക് നൽകില്ല. ബംഗാളിലെ ആദ്യ മന്ത്രിസഭാ യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി സുവേന്ദു അധികാരിയാണ് കർശന നിലപാട് വ്യക്തമാക്കിയത്. SIRൽ നിന്ന് പുറത്തായെങ്കിലും ട്രിബ്യൂണലിൽ അപ്പീൽ നൽകിയവർക്ക് നടപടികൾ പൂർത്തിയാക്കുന്നതുവരെ ഇളവ് അനുവദിച്ചിട്ടുണ്ട്. അതേസമയം ബീഹാറിൽ വോട്ടർ പട്ടികയിൽ ഇല്ലാത്തവരുടെ ബാങ്ക് അക്കൗണ്ടുകളും പാസ്ബുക്കുകളും റദ്ദാക്കാൻ നടപടികൾ ആരംഭിച്ചു. ആനുകൂല്യങ്ങൾ നിഷേധിക്കുന്നത് പൗരാവകാശ ലംഘനമെന്നാണ് പ്രതിപക്ഷ പാർട്ടികളുടെ ആരോപണം. 24 ഡൽഹി. CBSE 12ാം ക്ലാസ് പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. 85.2% വിദ്യാർത്ഥികൾ ഉപരിപഠനത്തിന് അർഹത നേടി. വിജയശതമാനം കഴിഞ്ഞ വർഷത്തേക്കാൾ 3.19% കുറഞ്ഞു. 18 ലക്ഷം വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയതിൽ 85.2% പേരാണ് ഉപരിപഠനത്തിന് അർഹത നേടിയത്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് വിജയത്തിൽ 3.19% കുറവ് രേഖപ്പെടുത്തി. പതിവ് പോലെ 95.62% നേടിയ തിരുവനന്തപുരം മേഖല രാജ്യത്ത് ഒന്നാമതെത്തി. ചെന്നൈ, ബംഗളൂരു, വിജയവാഡ മേഖലകളിലും മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. പരീക്ഷയിൽ പെൺകുട്ടികൾ വീണ്ടും ആൺകുട്ടികളെക്കാൾ മികച്ച വിജയം കരസ്ഥമാക്കി. പരീക്ഷാഫലത്തിൽ മികച്ച നിലവാരം പുലർത്തുന്ന വിദ്യാർത്ഥികളുടെ എണ്ണത്തിലും വലിയ വർധനയാണ് രേഖപ്പെടുത്തിയത്. 94,000-ലധികം വിദ്യാർത്ഥികൾ 90% മുകളിൽ മാർക്ക് നേടിയിട്ടുണ്ട്. 17,000-ലധികം വിദ്യാർത്ഥികൾ 95% മുകളിൽ മാർക്ക് നേടി. 24 ഡൽഹി. തിരികെ വാർത്തകളിലേക്ക്. സംസ്ഥാനത്തെ എഞ്ചിനീയറിംഗ്, ഫാർമസി പ്രവേശന പരീക്ഷയായ കീം 2026-ൽ സമാനതകളില്ലാത്ത വിജയഗാഥ രചിച്ച് പാലാ ബ്രില്യൻ സ്റ്റഡി സെന്റർ. 6 ദിവസങ്ങളിലായി നടന്ന പരീക്ഷയിൽ എല്ലാ ദിവസങ്ങളിലും 1ാം സ്ഥാനം നിലനിർത്തിക്കൊണ്ട് ബ്രില്യന്റിലെ വിദ്യാർത്ഥികൾ വിജയക്കൊടി പാറിച്ചു. എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ 6 പേരും ഫാർമസി വിഭാഗത്തിൽ 2 പേരും ഉൾപ്പെടെ 8 വിദ്യാർത്ഥികളാണ് 100% സ്കോറോടെ മിന്നും വിജയം സ്വന്തമാക്കിയത്.
കേരളത്തിന്റെ എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശന പരീക്ഷാ ചരിത്രത്തിൽ സുവർണാക്ഷരങ്ങൾ കൊണ്ട് എഴുതേണ്ട വിജയമാണ് ബ്രില്യന്റ് ഇത്തവണ കീം 2026 സ്വന്തമാക്കിയിരിക്കുന്നത്. 6 ദിവസത്തെ ഷെഡ്യൂളിൽ നടന്ന പരീക്ഷയിൽ ഓരോ ദിവസത്തെയും ടോപ്പർ സ്ഥാനങ്ങൾ ബ്രില്യന്റ് വിദ്യാർത്ഥികൾ പിടിച്ചെടുത്തു. 6 വിദ്യാർത്ഥികൾ 100% എന്ന നേട്ടം സ്വന്തമാക്കി. കീം സ്കോർ 100% നേടിയ വിദ്യാർത്ഥി വൈഷ്ണവ് ENK തൃശൂർ ജില്ലയിലെ നാട്ടിക സ്വദേശിയാണ്. തൃശൂർ ദേവമാത CMAI പബ്ലിക് സ്കൂൾ +2 പഠനത്തോടൊപ്പം 2 വർഷമായി ബ്രില്യന്റിൽ എൻട്രൻസ് പരിശീലനം നേടിവരികയാണ്. ഈ വർഷം നടന്ന JEE മെയിൻ പരീക്ഷയിൽ ഓൾ ഇന്ത്യ ലെവലിൽ 454 റാങ്ക് നേടി കേരളത്തിൽ 3ാം സ്ഥാനം കരസ്ഥമാക്കിയിരുന്നു വൈഷ്ണവ്. കണ്ണൂർ ചെറുവഞ്ചേരി സ്വദേശി ധ്യാൻ തേജ് മണപ്പാട്ടിലും കീം സ്കോർ 100% നേടി. 1 വർഷമായി ബ്രില്യന്റിൽ JEE അഡ്വാൻസ് ബാച്ചിൽ പരിശീലനം നേടിവരികയായിരുന്നു ധ്യാൻ. ഈ വർഷത്തെ JEE മെയിൻ പരീക്ഷയിൽ അഖിലേന്ത്യാ തലത്തിൽ 1868 റാങ്ക് കരസ്ഥമാക്കി ഉന്നത വിജയം നേടിയിരുന്നു. തൃശൂർ മാള സ്വദേശിനി വിസ്മയ KR കീം സ്കോർ 100% നേടി. 1 വർഷമായി ബ്രില്യന്റിൽ JEE അഡ്വാൻസ് ബാച്ചിൽ പരിശീലനം നേടിവരികയായിരുന്നു വിസ്മയ. ഈ വർഷത്തെ JEE മെയിൻ പരീക്ഷയിൽ അഖിലേന്ത്യാ തലത്തിൽ 5327 റാങ്ക് കരസ്ഥമാക്കി ഉന്നത വിജയം നേടിയിരുന്നു. കീം സ്കോർ 100% നേടിയ കൃഷ്ണ J മേനോൻ എറണാകുളം കടവന്ത്ര സ്വദേശിനിയാണ്. കാക്കനാട് ബാവൻ സ്കൂളിൽ +2 പഠനത്തോടൊപ്പം ബ്രില്യന്റിൽ 2 വർഷമായി എൻട്രൻസ് പരിശീലനം നേടിവരികയാണ്. ഈ വർഷത്തെ JEE മെയിൻ പരീക്ഷയിൽ അഖിലേന്ത്യാ തലത്തിൽ 99% സ്കോർ നേടി ഉന്നത വിജയം നേടിയിരുന്നു. കീം സ്കോർ 100% നേടിയ റോഷൻ രാജു എറണാകുളം അയ്യൻപുഴ സ്വദേശിയാണ്. മാന്നാനം KE സ്കൂളിൽ +2 പഠനത്തോടൊപ്പം ബ്രില്യന്റിൽ എൻട്രൻസ് പരിശീലനം നടത്തിവരികയാണ്. ഈ വർഷത്തെ JEE മെയിൻ പരീക്ഷയിൽ അഖിലേന്ത്യാ തലത്തിൽ 696 റാങ്ക് കരസ്ഥമാക്കി ഉന്നത വിജയം നേടിയിരുന്നു. എറണാകുളം സ്വദേശി രോഹിത് കൃഷ്ണ H കീം സ്കോർ 100% നേടി. കാക്കനാട് നൈപുണ്യ സ്കൂളിൽ +2 പഠനത്തോടൊപ്പം ബ്രില്യന്റിൽ എൻട്രൻസ് പരിശീലനം നേടിവരികയാണ് രോഹിത്. ഈ വർഷത്തെ JEE മെയിൻ പരീക്ഷയിൽ അഖിലേന്ത്യാ തലത്തിൽ 5103 റാങ്ക് കരസ്ഥമാക്കി ഉന്നത വിജയം നേടിയിരുന്നു. ഫാർമസി വിഭാഗത്തിൽ 100% നേടിയ ജസ്നെ ജസ്റ്റിൻ തൃശൂർ ഒല്ലൂർ സ്വദേശിനിയാണ്. തൃശൂർ നിർമ്മല മാത സെൻട്രൽ സ്കൂളിൽ +2 പഠനത്തോടൊപ്പം ബ്രില്യന്റിൽ എൻട്രൻസ് പരിശീലനം നേടിവരികയാണ്. ഫാർമസി വിഭാഗത്തിൽ 100% നേടിയ വിനായക് നാരായണൻ തൃശൂർ പോട്ട സ്വദേശിയാണ്. +2 പഠനത്തിന് ശേഷം ബ്രില്യന്റിൽ 1 വർഷമായി എൻട്രൻസ് പരിശീലനം നേടിവരികയായിരുന്നു വിനായക്. ബ്രില്യന്റിലെ 82 വിദ്യാർത്ഥികളാണ് 99.9% സ്കോർ നേടിയത്. 99%-ന് മുകളിൽ 710, 98%-ന് മുകളിൽ 1220, 95%-ന് മുകളിൽ 3050-ലധികം വിദ്യാർത്ഥികളും മികച്ച വിജയം കൈവരിച്ചു. അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും നിർലോഭമായ സഹകരണമാണ് ബ്രില്യന്റ് സ്റ്റഡി സെന്ററിന്റെ എല്ലാ നേട്ടത്തിനും കാരണമെന്ന് ഡയറക്ടർമാർ പറഞ്ഞു. ഉന്നത വിജയം കരസ്ഥമാക്കിയവരെ ഡയറക്ടർമാരും അധ്യാപകരും ചേർന്ന് അനുമോദിച്ചു. ന്യൂസ് ഡെസ്ക് 24. ഗായിക KS ചിത്രയുടെ ആരോഗ്യനില അതീവ ഗുരുതരമെന്ന് സോഷ്യൽ മീഡിയയിൽ വ്യാജ പ്രചാരണം. വൺ മലയാളം എന്ന യൂട്യൂബ് ചാനലിലൂടെയാണ് വ്യാജ പ്രചാരണം നടക്കുന്നത്. താൻ ആരോഗ്യവതിയായിരിക്കുന്നുവെന്നും കാഴ്ചക്കാരെ നേടാൻ ഇത്തരത്തിൽ വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് ശരിയാണോ എന്ന് ആലോചിക്കണമെന്നും KS ചിത്ര പ്രതികരിച്ചു. കഴിഞ്ഞ 2-3 ദിവസമായിട്ട് എന്നെക്കുറിച്ച് ഒരു വാർത്ത പ്രചരിക്കുന്നുണ്ട്. KS ചിത്രയുടെ നില അതീവ ഗുരുതരം എന്ന് പറഞ്ഞിട്ടാണ് ആ വാർത്ത നടക്കുന്നത്. എന്നെ വളരെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരും എൻ്റെ പരിചയക്കാരും ഒത്തിരി പേര് വിളിച്ച് അന്വേഷിക്കുന്നുണ്ട് ഇത് എന്താണ് ഇങ്ങനൊരു ന്യൂസ് എന്ന് പറഞ്ഞിട്ട്. അതൊരു തെറ്റായ ന്യൂസാണ്. അത് പ്രചരിപ്പിക്കുന്നവരാരാണെങ്കിലും ഒന്ന് മനസ്സിൽ എന്താ പറയണ്ട, ഒന്ന് റീതിങ്ക് ചെയ്യണമെന്ന് ഞാൻ പറയുള്ളൂ. കാരണം ആരോഗ്യമായിട്ടിരിക്കുന്നവരെ കുറിച്ച് വേണ്ടാതെ ഇങ്ങനെ എഴുതി വ്യൂവർഷിപ്പ് കൂട്ടാനാണോ എന്താണ് അവരുടെ ഉദ്ദേശം എന്നൊന്നും അറിയില്ല. വൺ മലയാളം എന്ന യൂട്യൂബ് ചാനൽ പരിശോധിച്ചപ്പോൾ KS ചിത്രയ്ക്കെതിരെ മാത്രമല്ല ഇത്തരത്തിലുള്ള വ്യാജ പ്രചാരണങ്ങളുള്ളത്. വ്യൂവേഴ്സിനെ കൂട്ടാൻ വേണ്ടി എന്തും വിളിച്ചു പറയുന്ന ഇത്തരം ചാനലുകൾ റിപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. തൃശൂർ തലോർ ഗ്രീൻ മെഡോസ് വില്ലയിൽ തണ്ടിയേക്കൽ വാർപ്പൻ ഡേവിസ് അന്തരിച്ചു. 62 വയസ്സായിരുന്നു. ഇന്ന് വൈകിട്ട് 3 മണിക്ക് തലോർ ഇൻഫന്റ് ജീസസ് ഇടവക പള്ളി സെമിത്തേരിയിൽ സംസ്കാരം നടന്നു. റോസ്മോൾ ഡേവിസ് ആണ് ഭാര്യ. പ്രശസ്ത നടനും അവതാരകനുമായ ഡെയ്ൻ ഡേവിസ്, ഡെയ്സൽ ഡേവിസ് എന്നിവർ മക്കളാണ്. ഇതോടെ ലേറ്റ് എഡിഷൻ പൂർത്തിയാവുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.